കേരളത്തിലെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ 1964 RSP നേതാവായ PK കുഞ്ഞ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയമാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ പാസായ ഏക അവിശ്വാസ പ്രമേയം. ആർ ശങ്കർ ആകട്ടെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഏക മുഖ്യമന്ത്രിയും. അന്ന് KM ജോർജിൻ്റെയും ആർ ബാലകൃഷ്ണപിള്ളയുടെയും ഒക്കെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച കോൺഗ്രസിലെ വിമത ചേരിയുടെ നയപരമായ ഐക്യമാണ് പിൽക്കാലത്ത് കേരള കോൺഗ്രസ് എന്ന പാർട്ടിയായി മാറിയത്. അന്ന് പാർട്ടി രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തവരിൽ ആർ ബാലകൃഷ്ണപിള്ളയും കൊല്ലത്തെ തൃക്കടവൂർ MLA ആയിരുന്ന T കൃഷ്ണനും ഉണ്ടായിരുന്നതുകൊണ്ട് കേരള കോൺഗ്രസ് പൂർണ്ണമായി ഒരു ക്രൈസ്തവ പാർട്ടി ആയിരുന്നെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. ഈ നിയമസഭയിലും ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഗണേഷ് കുമാർ നിയമസഭയിലുണ്ട്. എന്നാൽ ഭൂരിപക്ഷം നേതാക്കന്മാരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് മധ്യ തിരുവിതാംകൂറിലെയും കിഴക്കൻ മലയോര മേഖലയിലെയും മലബാറിലെയും കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അവരുടെ ഇടയിൽ ശക്തമായ സ്വാധീനമുണ്ടാക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. വളരും തോറും പിളരുമെന്നും പിളരും തോറും വളരുമെന്നും കേരള കോൺഗ്രസിന്റെ താത്വിക ആചാര്യനായിരുന്ന KM മാണി കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളർച്ചയുടെയും പിളർപ്പിൻ്റെയും പലതരം ജനിതക മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടും തൊഴുത്തിൽ കുത്തും വിഴുപ്പലക്കലുമായി ആദർശം വിട്ട് ആക്രാന്ത രാഷ്ട്രീയത്തിലേക്ക് കളം മാറിയതോടെ കേരള കോൺഗ്രസ് ഇപ്പോൾ ഒട്ടും വളർച്ചയില്ലാതെ ആകെ വിളറി വെളുത്ത് ചരിത്രത്തിൽ തിരോഭവിക്കുന്ന കാഴ്ചയ്ക്കാണ് കേരള സമൂഹം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ജനവിരുദ്ധ ഭരണത്തിൻ്റെ തിന്മകൾ സമൂഹത്തിൽ തുറന്നു കാണിച്ചും അതിനെതിരെ പ്രതിഷേധിച്ചും ജനഹിതം മനസ്സിലാക്കി ജനസമ്മതിയുള്ള നേതാവിനെ മുൻനിർത്തി പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ തിരിച്ചു പിടിക്കുന്നതിന് പകരം ലക്ഷ്യം മറന്ന് പരസ്പരം പാരപണിയുവാൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് കേരളത്തിൽ മൂന്നാം തവണയും പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ടി വരുമെന്ന അവസ്ഥ സ്വയം സംജാതമാവുകയാണ്. ഈ ഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം കൂടി ഇടഞ്ഞ് BJPയോട് അടുക്കുമ്പോൾ തലയ്ക്ക് വെളിവുള്ള ക്രൈസ്തവ നേതാക്കന്മാർ ആ സാഹചര്യം വിനിയോഗിക്കുക തന്നെ ചെയ്യും. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിക്ടർ T തോമസും തൊട്ടുപുറകെ ജോണി നെല്ലൂരും അതിനു പുറകെ മാത്യു സ്റ്റീഫനും കേരള കോൺഗ്രസ് വിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. BJPയിൽ ചേരുമെന്ന് ജോണി നെല്ലൂർ പറഞ്ഞില്ലെങ്കിലും മേഘാലയയിലും നാഗാലാൻഡിലും മണിപ്പൂരുമൊക്കെ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ പാർട്ടികളുമായി സഹകരിച്ച് ദേശീയ നിലവാരത്തോടെ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ തങ്ങളോട് കാണിക്കുന്ന നെറുകേടുകൾ കണ്ട് മടുത്ത ക്രൈസ്തവ സമൂഹം ഈ സമയം അസ്പർശത വാദമൊക്കെ തൽക്കാലത്തേക്ക് ദൂരെ കളഞ്ഞ് മറ്റൊരു സംവിധാനത്തെക്കുറിച്ച് നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ ആലോചിക്കുന്നുമുണ്ട്. മതേതര സ്വഭാവമുള്ള പാർട്ടിയാണ് രൂപീകരിക്കുന്നതെന്ന് ജോണി നെല്ലൂർ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഇടപെടണമെന്ന് ക്രൈസ്തവർ ആഗ്രഹിച്ച മലയോര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി ശക്തമായി ഇടപെടുകയും അർഹതപ്പെട്ടതുപോലും കവർന്നെടുക്കപ്പെടുകയും മുന്നണികൾ രണ്ടാംകിട പൗരന്മാരായി കാണുകയും ലവ് ജിഹാദ് അടക്കമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിരയാവുകയും ചെയ്യുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ശക്തമായ പ്രതിരോധം ഉയർത്തുമെന്നും ഉറപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ ആദർശം മറന്ന് ലക്ഷ്യം മറന്ന് നീങ്ങിയ കേരള കോൺഗ്രസ് രാഷ്ട്രീയ ഗോതയിൽ തികച്ചും അപ്രസക്തമാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഏതായാലും ഈ നീക്കം ക്രൈസ്തവരുടെ പേരിൽ അധികാരം കൈയാളിയ കേരള കോൺഗ്രസുകളെ അടിമുടി ഇളക്കിയിരിക്കുകയാണ്, കൂടെ ഇടത് വലത് മുന്നണികളെയും. ഏതായാലും അവഗണനകളിൽ അസംതൃപ്തരായ ക്രൈസ്തവർക്ക് BJP നേതൃത്വം നൽകുന്ന മുന്നണിയിലേക്കുള്ള പാലങ്ങൾ താൽക്കാലികമായിട്ടാണെങ്കിലും രൂപപ്പെടുകയാണ്. ഈ പുതിയ ചേരിയിലേക്ക് PC ജോർജ്, PC തോമസ്, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവരും അവരുടെ അണികളും വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയായാൽ വരും ദിവസങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ ഗോതകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന സംഭവങ്ങളായിരിക്കും അരങ്ങേറാൻ പോകുന്നത്.